1857 വിപ്ലവത്തെക്കുറിച്ചാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. ബ്രിട്ടീഷുകാർക്കെതിരെ ദേശീയ തലത്തിൽ നടന്ന ആദ്യ സംഘടിത ചെറുത്തുനിൽപ്പ് എന്ന് ചോദിച്ചാൽ അത് 1857 വിപ്ലവം, ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്. 1857 മെയ് 10 മീററ്റിൽ, ഉത്തർപ്രദേശിലെ മീററ്റിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത്. അതിന് 1857 നമ്മുടെ വിപ്ലവത്തിൻ്റെ ചിഹ്നം എന്ന് പറയുന്നത് താമരയും ചപ്പാത്തിയും ആയിരുന്നു. ആ സമയത്ത് ഇന്ത്യയുടെ ഗവർണർ ജനറൽ കാനിങ് പ്രഭു ആയിരുന്നു. കാനിങ് പ്രഭുവാണ് ഇന്ത്യയുടെ ആദ്യത്തെ വൈസ്രോയിയും അവസാനത്തെ ഗവർണർ ജനറൽ. മുഗൾ ഭരണത്തിൻ്റെ പൂർണ്ണ പതനത്തിന് കാരണമായ വിപ്ലവമായിരുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമരം. വിപ്ലവത്തിൻ്റെ അംബാസഡർ എന്ന് വിശേഷിപ്പിക്കുന്നത് അസിമുള്ള ഖാനെയാണ്. ഈ സമയത്ത്, അതായത് ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത്, ബ്രിട്ടനിലെ പ്രധാനമന്ത്രിയായിരുന്നു പാർമേഴ്സ്റ്റൺ. ഇത് 1858 നിയമം പാസ്സാക്കുന്ന സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ദർബി പ്രഭു ആയിരുന്നു. ഏറ്റവും കൂടുതൽ കലാപ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നത് ഉത്തർപ്രദേശിലായിരുന്നു. കാലമെത്താതെയുള്ള വിപ്ലവത്തിൻ്റെ പൊട്ടിപ്പുറപ്പെടൽ കലാപ നേതാക്കളെ അമ്പരപ്പിച്ചു എന്ന് അഭിപ്രായപ്പെട്ടത് ജവഹർലാൽ നെഹ്റുവാണ്. 1857 കലാപത്തെ നേരിട്ട ബ്രിട്ടീഷ് നടപടിയെ വിശേഷിപ്പിച്ചത് ഡെവിൾസ് വിൻഡ് എന്നാണ്, ചെകുത്താൻ്റെ കാറ്റ്. വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം 1858 നവംബർ 1 1858 നിയമം ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ എഡ്വേർഡ് ഹെൻറി സ്റ്റാൻലി എന്ന് പറയുന്ന വ്യക്തിയാണ്. 1857 ഡൽഹിയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെട്ടതാരാണ്? അത് നിക്കോൾസനാണ്. വിപ്ലവത്തിൻ്റെ ബ്രിട്ടീഷ് സൈനിക തലവൻ കോളിൻ കാംബൽ ആയിരുന്നു. വിപ്ലവത്തിൻ്റെ 150-ാം വാർഷികം ആഘോഷിച്ച വർഷം 1857 2007 ഇനി ഇതിലെ കുറച്ച് നേതാക്കളെ കുറിച്ച് പറയാം. ഫസ്റ്റ് മംഗൾ പാണ്ഡെ. 1827 ഉത്തർപ്രദേശിലെ നാഗ്വ എന്ന സ്ഥലത്താണ് ജനിച്ചത്. ഈ വിപ്ലവത്തിൻ്റെ, അതായത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആദ്യത്തെ രക്തസാക്ഷിയായിരുന്നു മംഗൾ പാണ്ഡെ. ബാരക്പൂരിലെ 34-ാം കാലാൾപ്പടയിലെ അംഗമായിരുന്നു ഇദ്ദേഹം. 1857 മാർച്ച് 29 വാട്സൺ എന്ന ബ്രിട്ടീഷ് സൈന്യാധിപനെ വെടിവെച്ചു കൊന്നു. 1857 ഏപ്രിൽ 8 തൂക്കിലേറ്റപ്പെട്ടു മംഗൾ പാണ്ഡെ. മംഗൾ പാണ്ഡെയെക്കുറിച്ച് 2005 പുറത്തിറങ്ങിയ സിനിമയായിരുന്നു മംഗൾ പാണ്ഡെ ദി റൈസിംഗ്. കേതൻ മേത്ത സംവിധാനം, ബോബി ബേഡി നിർമ്മാതാവുമായിരുന്നു. മംഗൾ പാണ്ഡെയ്ക്ക് വേഷമിട്ടത് സുപ്രസിദ്ധ നടൻ അമീർ ഖാനായിരുന്നു. അടുത്ത ഝാൻസി റാണി. 1828 വാരണാസിയിൽ ജനിച്ചു. മണികർണിക എന്നാണ് യഥാർത്ഥ നാമധേയം. മനുഭായ് എന്ന അപരനാമവും ഉണ്ട്. 1857 വിപ്ലവത്തിൻ്റെ ജോവൻ ഓഫ് ആർക്ക് എന്നറിയപ്പെട്ടത് ഝാൻസി റാണിയായിരുന്നു. ചബേലി എന്ന പേരിൽ അറിയപ്പെട്ടതും ഝാൻസി റാണിയാണ്. ഝാൻസി റാണിയുടെ കുതിരയുടെ പേരാണ് സാരംഗി. ബ്യൂസിഫാലസ് എന്ന് പറയുന്ന ഒരു കുതിരയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. അലക്സാണ്ടറുടെ കുതിരയാണ് ബ്യൂസിഫാലസ്. ഝാൻസി നഗരം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തർപ്രദേശിലാണ്. ഝാൻസി റാണിയെ പരാജയപ്പെടുത്തിയത് ഹ്യൂഗ്രോസ്. റാണി ലക്ഷ്മിബായിയുടെ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 1957, നമ്മുടെ വിപ്ലവം കഴിഞ്ഞ് 100 വർഷം കഴിഞ്ഞപ്പോൾ. ഝാൻസി റാണിയുടെ ദത്തുപുത്രൻ ആരെന്ന് ചോദിച്ചാൽ ദാമോദർ റാവു ആയിരുന്നു. INA ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം ഝാൻസി റാണി റെജിമെൻറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ക്യൂൻ ഓഫ് ഝാൻസി എന്ന കൃതി രചിച്ചത് മഹാശ്വേതാ ദേവിയാണ്. ഝാൻസി റാണിയുടെ പ്രതിമ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ആഗ്രയിലാണ്.
ലക്ഷ്മിബായി നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ആസ്ഥാനം ഗ്വാളിയോറാണ്. വിപ്ലവകാരികളുടെ സമുന്നത ധീര നേതാവ് എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ജനറൽ ഹ്യൂഗ്രോസ്. ഇരുണ്ട പ്രകാശതലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു. അടുത്ത നാനാ സാഹിബ് 1824 കാൺപൂരിൽ ജനിച്ചു. ബാല്യകാലത്ത് ധോണ്ടു പാന്ത് എന്നായിരുന്നു നാമധേയം. 1857 വിപ്ലവത്തിൻ്റെ ബുദ്ധി കേന്ദ്രമായിരുന്നു നാനാ സാഹിബ്. പേഷ്വാ ബാജിറാവു സെക്കൻഡിൻ്റെ ദത്തുപുത്രനായിരുന്നു. ബാജിറാവുവിൻ്റെ മരണത്തെ തുടർന്ന് പേഷ്വയായി തീർന്നു. നേപ്പാളിലേക്ക് പലായനം ചെയ്ത വിപ്ലവകാരിയായിരുന്നു നാനാ സാഹേബ്.